ആണോ? ശരി ശരി. ഇപ്പൊ അവര് വാടകയ്ക്ക് ആരൊക്കെയല്ലേ? ഇവിടെ അമ്മയും 2 മക്കളും എന്റെ ബ്രദറും. അങ്ങനെയാണല്ലേ? ഇത്രയേ ഉള്ളൂ, ഈ സ്പേസേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാനുള്ളതില്ല. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്. പേപ്പേഴ്സ് ക്ലിയർ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മള് രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് രാവിലെ വരും, വ്യക്തിനോട് നടത്തും, ഞാൻ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പൊ എന്തായിരുന്നു അമ്മ അന്ന് എന്താ ശരിക്കും ഉണ്ടായത്? കണ്ണുന്നിൽ കണ്ടിട്ട് വന്ന വ്യക്തിയും. അതല്ലേ? അല്ല, അത് ഞാൻ 3-ാം ദിവസം അവിടെ പോയിരുന്നു. വരുന്നല്ലേ? ഞാൻ 3-ാം ദിവസം അവിടെ വന്നിരുന്നു. പക്ഷെ അന്ന് അറിഞ്ഞിരുന്നല്ലേ? അപ്പൊ എന്തൊക്കെയാ അന്ന് നമുക്ക് എന്തൊക്കെയാ അവിടെ നഷ്ടം ഉണ്ടായത്? നമുക്ക് നഷ്ടം എന്ന് വെച്ചാല് ഞങ്ങൾ രണ്ടാളും താമസിച്ചത് മുണ്ടക്കായി പാടിയിലായിരുന്നു. പാടി പോയി. പിന്നെ അമ്മയും മക്കളും ചൂരമല സ്കൂൾ റോഡിനായിരുന്നു. ആ വീട്ടിൽ പോയി. നമ്മള് മൊത്തം ഡോക്യുമെന്റ്സ്, എല്ലാ ഡോക്യുമെന്റ്സും പോയി. 2 വീട് നിങ്ങൾക്ക് പോയില്ലേ ശരിക്കും? 2 വീട്. ഇവിടെ എത്രയിലാണ് പഠിക്കുന്നത്? അവള് 7-ാം ക്ലാസ്സിലാണ്. പിന്നെ മോനുണ്ട്. ഇവളെങ്ങനെ പഠിക്കാം? പേരെന്താ? എന്തൊക്കെയാണ് പറ്റിയത് നമുക്ക്? ഭാര്യയിലും നമ്മുടെ എൻഡ് ഭാഗം നട്ടലിന്റെ അത് ഇപ്പോഴും അവസ്ഥ തന്നെയാണ്. എന്താ പറയാ, വേദനയാണ്. പിന്നെന്ന് വെച്ചാല് സപ്പോർട്ടില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ ഏത് ഹോസ്പിറ്റലായിരുന്നു? വിംസ് ഹോസ്പിറ്റലാണ്. മൂപ്പനാട് മെഡിക്കൽ കോളേജ്. വയനാടിന്റെ മെഡിക്കൽ കോളേജ്. ഞാൻ അവിടെ ഒരു പ്രാവശ്യം വന്നിരുന്നല്ലോ. നമ്മളവിടെ ഉണ്ട്. നമ്മള് ഒരു ചുമ പനിയൊക്കെ വന്നാല് ചുമക്കാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, സ്പൈനൽ കംപ്ലൈന്റ് ആയതുകൊണ്ട് അത് വലിയ ഡേഞ്ചർ ആവും എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് നട്ടതാ. എല്ലാരെയും ഒരു സ്ഥലത്തേക്ക് മാറ്റിയപ്പോഴും നമ്മള് ആളൊഴിഞ്ഞ പാടി തന്നിട്ടു. അമ്മ ഇനി എത്ര ദിവസം കൂടെ ഡോക്ടർ പറയുന്നത്? അത് കാലതാമസം എന്നാണ് പറയുന്നത്. സമയം പറയാനില്ല. കാരണം ഹൈ ഷുഗർ ആയതുകൊണ്ട് 600 ഹൈ ഷുഗർ അല്ല, ഓൾറെഡി ഷുഗർ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു നോർമൽ ആവുന്നില്ല. ടെൻഷനും ഉറക്കും, അത് രണ്ടും നമുക്ക് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയാണ്. പഞ്ചസാര തൊടാനാവൂല. മധുരത്തിനോട് മധുരവും ഫുഡ് അരിഭക്ഷണം ഒന്നും പ്രശ്നമില്ല. ഉറക്കവും പാടില്ല, ടെൻഷനും പാടില്ല. പിന്നെന്ന് വെച്ചാൽ നമുക്ക് എല്ലാരും പറയും ഷുഗർ ആയിട്ട് ചപ്പാത്തി കുഴപ്പമില്ല, പക്ഷെ ചപ്പാത്തി അടുത്തൂടെ പോയിക്കൂടാ. ഗോതമ്പ്, ഓട്സ് പറ്റില്ല. അപ്പൊ അത് എനിക്ക് തോന്നുന്നു പാൻക്രിയാസിന്റെ അല്ലേ? അപ്പൊ എന്താണ് ഞാൻ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ? നമ്മൾക്കിപ്പോ എല്ലാം കൊണ്ട് നഷ്ടങ്ങൾ മാത്രം. വാടക അവര് തരും 6000. വാടക ഇതിന് നമ്മൾ വാടക ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഗവൺമെന്റിന്റെ വോട്ടേഴ്സ് തന്നെ ആയതുകൊണ്ട് നമ്മൾ അറിയേണ്ട. അപ്പൊ ഇപ്പൊ എന്താണ് ഞാൻ ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ കുട്ടിക്ക് പഠിക്കുന്ന എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇപ്പൊ സാമ്പത്തികമായിട്ട് പിന്നോട്ടാണ്. കാരണം ഏറ്റവും കൂടുതൽ ഉള്ളതറിയാം, ഒരു ബെൽറ്റ് വേണം, പിന്നെ ഒരാള് താങ്ങ് വേണം. അല്ല, എന്തെങ്കിലും സാധനങ്ങൾ ഞാൻ വാങ്ങി കുറഞ്ഞ ദിവസം അങ്ങനെയും കൂടെ ക്യാഷ് നമ്മള് സാധാരണ ക്യാഷ് ആയിട്ട് ഒരാൾക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മളുള്ളത് നമ്മൾ ആരോടും പറയാം. നമ്മളിപ്പോ സാമ്പത്തികമായിട്ടാണ് ഇപ്പൊ പിന്നോട് നിൽക്കുന്നത്. ചെറിയൊരു ഇത് വെച്ചോ. ഞാൻ സാധാരണ ഈ ക്യാഷ് ആയിട്ട് ഒരാൾക്ക് കൊടുക്കാറില്ല. അതാണ് ചെറിയൊരു പൈസയേ ഉള്ളൂ. അപ്പൊ ഇനി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ, കാരണം ഒരാൾക്കല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും. ഇപ്പൊ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് 3-ാമത്തെ തവണയാണ് വരുന്നത്. എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബസ്സിൽ വന്നത് ഞാൻ അറിഞ്ഞു, അപ്പൊ മൊബൈലിലായിരുന്നു. പിന്നെ രണ്ടാമത് അത് ബന്ധപ്പെട്ടാൽ മതിയായിരുന്നു. അല്ല, രണ്ടാമത് അല്ല, അപ്പൊ നമ്മളെ കയ്യില് മൊബൈലില്ല. ആണല്ലേ? എന്നെ ഇപ്പൊ അജയ് ആണ് നിങ്ങളെ കേസ് പറയുന്നത്. വീട്ടില് കിടക്കാം, അല്ലെങ്കിൽ അടുക്കള സാധനം, എന്തെങ്കിലും സാധനം പറയുകയാണെങ്കിൽ വാങ്ങി തരാമെന്ന്. ഇപ്പൊ അവർക്ക് കളക്ടറേറ്റിലും ഞാൻ സാധനം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കളക്ടറേറ്റിന് എന്തായാലും സാധനം കിട്ടില്ല. ഇപ്പൊ എമർജൻസി ആയിട്ടെന്ന് പറയാൻ എനിക്കൊരു ഫ്രിഡ്ജാണ് ആവശ്യം. കാരണം പിന്നെ വേറെ എന്തെങ്കിലും പറയണ്ടോ? അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു? അമ്മ എസ്റ്റേറ്റ് തൊഴിലാളിയാണ്. അമ്മയും മോളാണ് ആനയുടെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത. നിങ്ങളായിരുന്നു.
നമുക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. നാടും പോയി വീടും പോയി. നമ്മള് ഒരു മരണം വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുവരാം. എന്ന് പോകുന്നു? ഇന്നലെ പോകും. ഇന്നലെ പോവാണ്. നമ്മള് സ്ഥിരം അവിടെ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ കൊട്ടേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കും. നമ്മള് ഫിസിക്കലി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ടോ? അല്ല പോയിട്ടോ വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. അല്ല ഞാൻ പറയുന്നത് എന്തെങ്കിലും ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഡയറക്റ്റ് ഓട്ടോ വിളിച്ചു അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ മേലെ വരെ വരും. ആണ്. പിടിച്ച് അപ്പൊ പരിചയപ്പെട്ടതിലും പ്രാർത്ഥിക്കുന്നുവല്ല. അപ്പൊ എനിക്ക് എന്ത് പറയാനുള്ളത്. അതെ അതെ വരാൻ കാണിച്ച ഈ വലിയൊരു മനസ്സ് തന്നെ ദൈവത്തോട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ കുട്ടികളെ വേറെ എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിക്കാൻ കാരണം പഠിക്കാനും വലിയ സംഭവമല്ല കേട്ടോ. ഞാൻ പറയുന്നത് ബാഗായാലും ബുക്കായാലും അവിടെ ബേസിക് ആയിട്ടുള്ള ചെലവുകളുണ്ട്. അതാണ് പിന്നെ അങ്ങനെക്കറിയാലോ ഈ ഊരുകൾ എന്ന് പറയുമ്പോ 1-2 കുട്ടിയല്ലല്ലോ. അല്ലല്ല. അപ്പൊ 150 കുട്ടികളുണ്ട്. അതെ അതെ. ഒരു പ്രാവശ്യം ഞാൻ നോട്ട്ബുക്കും ബാഗൊക്കെ കൊടുക്കുന്നതിന് അടിയിൽ ഒരുത്തന്നെ എഴുതി നോട്ട് ബുക്ക് കൊടുക്കുന്ന വലിയ കാര്യമാണോ എന്ന് അവരെഴുതി. അപ്പൊ ഞാൻ അതിന് മറുപടി പറഞ്ഞു, ചേട്ടൻ ഒരു 10 നോട്ട് ബുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ വാങ്ങിച്ചിട്ടുണ്ടോ? അല്ല 10 നോട്ട് ബുക്കിന് 500 രൂപയാണ് പറഞ്ഞല്ല. ഒരു ബാഗും കൂടെ നോക്കിയിട്ട് ഇൻഡ് 156 ഗുണിക്കാൻ പറഞ്ഞു മനുഷ്യനോട്. ഒരു കുട്ടിക്കല്ലല്ലോ കൊടുക്കുന്നത്. നോക്കുമ്പോ കുറച്ച് നോട്ട് ബുക്ക് കൊടുത്തത് വലിയ മാത്രമല്ല. ഞാൻ പറഞ്ഞ ചേട്ടൻ അതിന്റെ മുകളിൽ നോക്ക്, ഒരു ചെറിയൊരു കുഞ്ഞു സഹായം ചെയ്തു എന്നേ പറഞ്ഞു. ഞാനെന്തോ ഞാൻ എന്താ വരെ ഏതെങ്കിലും ഒരു ഇതിൽ ഞാൻ വലിയൊരു സംഭവം ചെയ്തു ഞാൻ പറഞ്ഞു. അതേപോലെ സാറിന്റെ ഒരു ഇന്റർവ്യൂ ഇല്ലായിരുന്നു അതൊരു ചാനലില് ഇവിടെ വന്ന് ഇതിനെ പറ്റി അത് ഞാൻ കണ്ടായിരുന്നു. പറഞ്ഞു അങ്ങനെ ബോസ് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ മൂപ്പര് പറഞ്ഞാണ് കറക്റ്റ് നോക്കിക്കോളാണ്ടി പറഞ്ഞ പോലെ തന്നെ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നോടെ പിന്നെ ഫുഡുമില്ല. ഇവക്ക് രാവിലെ 8 മണിക്ക് ഫുഡ് കഴിക്കണം രാവിലെ. അന്നപ്പോ അതിന് മുന്നേ ഇൻസുലിൻ എടുത്തിട്ട് വേണം ഫുഡ് കഴിക്കാൻ. പിന്നെന്ന് വെച്ചാല് അതിന് ഉള്ളൊരു സംവിധാനം വെച്ചാൽ അവര് 10 മണിക്ക് ഫുഡ് കൊണ്ടുവരാം. പിന്നെ രാത്രി തന്നെ 8 മണിക്ക് ഫുഡ് കഴിക്കണം. അതും വരെ 10 മണി. ശരിക്കും നിങ്ങളെ ജോലി ഇതിനു മുമ്പ് ഞാൻ ലോറിയിലാണ്. പിന്നെ നമുക്ക് അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞപ്പോ ശരിക്കുള്ള അവസ്ഥ ഇതാണ്. ഞാൻ എന്റെ ആ പണി ഒഴിവാക്കിയിട്ട് ഞാൻ വേറെ പച്ചക്കറി എന്തെങ്കിലും വാങ്ങിക്കണം. അല്ല എന്തെങ്കിലും വേണമെന്ന് ഞാൻ വാങ്ങിക്കാട്ടോ. പിന്നെ ഞാൻ പിന്നെ അല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ഇപ്പൊ